ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു UK Edu Plus ചാനൽ. എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സോഷ്യൽ സയൻസിലെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2ലെ ദ ചേഞ്ചിങ് എർത്ത് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ്. അതിലൊന്നാമത്തെ 1 മാർക്കിന് ചോദിക്കാവുന്ന 4 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കണ്ടിന്യൂസ് സൈക്ലിക്കൽ മൂവ്മെൻറ്റ് ഓഫ് മാഗ്മ ഇൻ ദി മാൻഡിൽ ഡ്രിവൺ ബൈ ദി തെർമൽ വേരിയേഷൻ ഈസ് കോൾഡ്? പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? 1 മാർക്കിൻ്റെയാണ് ആൻസർ. കൺവെക്ഷൻ കറൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the uplifted block of the Earth's crust formed due to faulting is known as answer host അല്ലെങ്കിൽ block mountain. The next question, which type of seismic wave is considered the most destructive? അപ്പോൾ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സീസ്മിക് വേവ് ഏതാണ്? ആൻസർ സർഫേസ് വേവ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, which endogenic movement is responsible for the formation of fault mountain like the Himalayas? Answer orogenic movements. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും പഠിക്കണം. ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ 2 മാർക്കിൻ്റെ ചോദ്യം, ഡിഫൈൻ എ ഹസാർഡ് ആൻഡ് എ ഡിസാസ്റ്റർ ബേസ്ഡ് ഓൺ ദി ടെക്സ്റ്റ്. എന്താണ് ഹസാർഡും ഡിസാസ്റ്ററും കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്? നോക്കാം. ഹസാർഡ് എന്ന് പറയുമ്പോൾ എ സിറ്റുവേഷൻ ദാറ്റ് പോസസ് എ ത്രെറ്റ് ടു ലൈഫ്, ഹെൽത്ത്, പ്രോപ്പർട്ടി, സർവീസ്, സോഷ്യോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഓർ ദി എൻവയോൺമെൻറ്റ്. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഹസാർഡ്. ഇനി എന്താണ് ഡിസാസ്റ്റർ? നോക്കാം. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എ സീരിയസ് ഡിസ്റപ്ഷൻ ഇൻ ദി ഫങ്ഷനിങ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എ സീരിയസ് ഡിസ്റപ്ഷൻ ഇൻ ദി ഫങ്ഷനിങ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ ഹോസ്റ്റ് ആൻഡ് എ ഗ്രാബൺ. അതിൽ ഹോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടൻ എന്ന് പറയുമ്പോൾ ദി അപ്ലിഫ്റ്റഡ് ബ്ലോക്ക് ഓഫ് ദി എർത്ത്സ് ക്രസ്റ്റ് ഫോംഡ് ഡ്യൂ ടു ഫോൾട്ടിങ്. ഗ്രാബൺ എന്ന് പറയുമ്പോൾ ദ കറസ്പോണ്ടിങ് ഡൗൺ ഡ്രോപ്ഡ് ബ്ലോക്ക് ഓഫ് ദി എർത്ത്സ് ക്രസ്റ്റ് ഫോംഡ് ഡ്യൂ ടു ഫോൾട്ടിങ്. അപ്പോൾ 2 മാർക്കിന് ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യൻസ്. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ ഹോസ്റ്റ് ആൻഡ് ഗ്രാബൺ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവരും പഠിച്ചു പോവുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 3 കോസേറ്റീവ് ഫോഴ്സസ് ഓഫ് എൻഡോജനിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ എൻഡോജനിക് മൂവ്മെൻറ്റ്സിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, റേഡിയോ ആക്ടിവിറ്റി വിത്തിൻ ദി എർത്ത്. ദെൻ സെക്കൻഡ്, ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. തേർഡ്, വേരിയേഷൻസ് ഇൻ ജിയോഗ്രാഫിക്കൽ ഗ്രാഡിയൻറ്റ്. ദെൻ കൺവെക്ഷൻ കറൻറ്റ്. ഇതിൽ 4 പോയിൻറ്റ്സ് ഉണ്ട്. ഒരു 3 പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത 3 മാർക്കിൻ്റെ 2ാമത്തെ ചോദ്യം, ലിസ്റ്റ് ദി മെയിൻ എക്സോജനിക് പ്രൊസീജിയർ ദാറ്റ് ഓപ്പറേറ്റ് ഇൻ ദി സർഫേസ് ഓഫ് ദി എർത്ത്. ലിസ്റ്റ് ദി മെയിൻ എക്സോജനസ് പ്രോസസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത്. ആൻസർ വെതറിങ് വരുന്നുണ്ട്, എറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡിപ്പോസിഷൻ. 4 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങളെല്ലാവരും പഠിച്ചു പോവുക. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ 2 ക്വസ്റ്റ്യൻസ്. 1ാമത്തത് ലിസ്റ്റ് 3 കോസേറ്റീവ് ഫോഴ്സസ് ഓഫ് എൻഡോജനിക് മൂവ്മെൻറ്റ്സ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ മെയിൻ എക്സോജനിക് പ്രോസസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത്. അങ്ങനെ ജോഗ്രഫിയിലെയും പ്രധാനപ്പെട്ട ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പോൾ
അപ്പോൾ ചാനലൊക്കെ ഒന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.